ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി. ഇവിടെയെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ട് ഞാനും എൻ്റെ ബൈക്ക് റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു. ഏകദേശം 5 മിനിറ്റോളം ഉണ്ട് ക്ഷേത്രത്തിലേക്ക് നടക്കാനായിട്ട്. ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന വഴികളിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് ക്ഷേത്രക്കുളത്തിൻ്റെ മുമ്പിലാണ്. മനോഹരമായ ഒരു കുളം. ആ കുളത്തിന് ഇടതുവശത്തോട് ചേർന്നുള്ള ആ ചെറിയ വഴിയിലൂടെ വേണം ഇനി നടക്കാൻ. ഇവിടെ നിന്നുമാണ് നമ്മൾ കാവിലേക്ക് കയറി ക്ഷേത്രത്തിൽ എത്തേണ്ടത്. ഇതുവഴി നടക്കുമ്പോൾ തന്നെ വലതുവശത്തൂടെ ഒരു ചെറിയ ചാലിൽ വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാം. ഈ ജലം ക്ഷേത്രത്തിലെ ദുർഗാദേവിയുടെ സ്വയംഭൂ ബിംബത്തിനരികിലൂടെ ഒഴുകിയാണ് ഇതുവഴി നമ്മൾ ആദ്യം കണ്ട ആ കുളത്തിലെത്തിച്ചേരുന്നത്. മനോഹരമായൊരു കാവാണിത്. ഒരുപാട് കിളികളും ഒരുപാട് കുരങ്ങന്മാരുമുള്ള ഒരു കാവ്. കുരങ്ങന്മാരൊക്കെ ആണെങ്കിൽ പേടിയൊന്നുമില്ലാതെ നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കുന്നതുമാണ്. ക്ഷേത്രത്തിൽ എത്തുമ്പോൾ തന്നെ ആദ്യം കാണാൻ സാധിച്ചത് ഭക്തജനങ്ങൾ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയും അവ മൊബൈലിൽ ചിത്രീകരിക്കുന്നതുമാണ്. ഈ വലത് സൈഡിൽ കാണുന്ന പടിക്കെട്ടുകളിൽ കൂടി കയറി വേണം ക്ഷേത്രത്തിൽ എത്താൻ. ക്ഷേത്രത്തിന് മേൽക്കൂരയില്ലാത്തത് കൊണ്ടും ദേവീബിംബം നമുക്ക് ചിത്രീകരിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ടും ആ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ക്ഷേത്രത്തിലെ പൂജാ സമയം രാവിലെ 6:30 മുതൽ 11 മണി വരെയാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും 20 കിലോമീറ്റർ ദൂരത്തായുള്ള ഇടക്കരയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ദിവസവും 100 കണക്കിന് ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രമാണിത്. ഇന്നൊരു മഴ ദിവസമായതുകൊണ്ടാവാം ഇന്ന് തിരക്ക് പൊതുവെ കുറവായിരുന്നു. അവിടെ ഒരു നിർമ്മിതി കണ്ടില്ലേ? അവിടെയാണ് കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഞാൻ വന്ന സമയത്തേക്ക് ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവ വയറ് നിറഞ്ഞതുകൊണ്ടാവാം കാവിനുള്ളിലേക്ക് കയറിപ്പോയി. പിന്നീട് ആ ഭാഗത്തേക്ക് അണ്ണാന്മാരാണ് വന്നത്. കുറേ നേരം അവ ഭക്ഷണം കഴിക്കുന്നതും നോക്കിയിരുന്നു. അത് ഭക്ഷണം കഴിക്കുന്നത് തന്നെ നോക്കി നിൽക്കാൻ തന്നെ ഒരു രസമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനത്തിൽ തോൽ ശേഖരിക്കാൻ എത്തിയ ആൾക്കാർ വിശ്രമത്തിനിടയ്ക്ക് അവിടെ കണ്ട കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ കല്ലിൽ നിന്നും ചോര വരുന്നതാണ് അവർ കണ്ടത്. ഈ വിവരം ഉടൻ തന്നെ അവർ അടുത്തുള്ള ഇല്ലത്ത് അറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് അവർ മനസ്സിലാക്കിയത് അവർ തോൽ ശേഖരിക്കാനെത്തിയ വനത്തിൽ ദുർഗാദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും അവിടെയുള്ള ബിംബം ദുർഗാദേവിയുടെ സ്വയംഭൂ ചൈതന്യം ഉള്ളതാണെന്നും. അങ്ങനെ അവിടെ ആരാധനയും പൂജയും തുടങ്ങി. ആ സ്ഥലമാണ് വള്ളിക്കാട്ടുകാവ് ദേവീക്ഷേത്രമായി പിന്നീട് അറിയപ്പെട്ടത്. ഇപ്പോൾ ഏകദേശം 24 ഏക്കറുള്ള കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആത്മീയത കൊണ്ടും ജൈവ വൈവിധ്യം കൊണ്ടും മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ ശ്രീകോവിലോ അങ്ങനെ ഒന്നുമില്ല. നിലത്തുള്ള ദുർഗാദേവിയുടെ സ്വയംഭൂ ബിംബത്തിലാണ് ആരാധന. അയ്യപ്പൻ, ഗണപതി, പരദേവത, ഭദ്രകാളി എന്നീ 4 ഉപദേവന്മാരാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ പ്രധാന ദിവസം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ മകനക്ഷത്രമാണ്. അന്നിവിടെ ത്രികാല പൂജ, നവകം തുടങ്ങിയ കർമ്മങ്ങൾ നടത്തി വരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്നത് കുടുക്കച്ചോറാണ്. ഇതിവിടെ മാത്രമുള്ള ഒരു വഴിപാടാണ്. ഇത് നടത്തുന്നത് എന്തിനാണെന്നാൽ സന്താനമില്ലാത്ത ദമ്പതിമാർ ഇവിടെ വന്ന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം സന്താനമുണ്ടായിട്ട് അവർ വന്ന് നടത്തുന്ന വഴിപാടാണിത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം മഴ തകർത്ത് പെയ്തു. പിന്നെ നമുക്ക് ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ക്ഷേത്രത്തിലെ ക്ലർക്ക് രവീന്ദ്രൻ ചേട്ടനുണ്ട്. ഇടക്കര ശ്രീ വള്ളിക്കാട്ടുകാവ് ക്ഷേത്രം എന്ന ഈ ദേവസ്ഥാനം മലബാറിലെ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ക്ഷേത്രമായിട്ട് ഒന്നുമില്ല, തറയിൽ ഒരു പ്രതിഷ്ഠയായിട്ടാണ് ഉള്ളത്. ക്ഷേത്രം ശ്രീകോവിലായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പറ്റാത്ത നീരൊഴുക്കും വാനരന്മാരും അതേപോലെ
പ്രകൃതി സുന്ദരമായ കാനന ഭംഗിയൊക്കെ ഉൾപ്പെടുന്ന ഒരു ദേവസങ്കേതമാണ് ഈ ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഭരണം നടക്കുന്നത്. നിത്യേന നൂറുകണക്കിന് ഭക്തന്മാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. മറ്റെങ്ങുമില്ലാത്ത ചില പ്രത്യേക വഴിപാടുകൾ ഇവിടെയുണ്ട്. അതിലൊന്നാണ് കുടുക്കച്ചോറ്. സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതിമാർ നേരുന്ന വഴിപാടാണത്. അങ്ങനെ ഒരുപാട് പേർക്ക് ഫലസിദ്ധിയുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ വിദ്യയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടിയുള്ള മുത്തറക്കൽ വഴിപാടുകൾ പ്രധാനപ്പെട്ടതാണ്. പഴക്കം ഏതാണ്ട് 5000 വർഷം പഴക്കമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു യോഗി തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയതായിട്ടാണ് ഇവിടുത്തെ ഐതിഹ്യം. അതാണ് അതിൻ്റെ മൂലസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. ആ യോഗി ഇരുന്ന സ്ഥലമാണ്. അവിടെ ദേവി പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാനനസഞ്ചാരിയുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.